ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ചിലപ്പോൾ മക്കൾക്കൊന്നും ഈ ഇങ്ങനെ പുഴുങ്ങി സാധാരണ കഴിക്കണ മാതിരി കഴിക്കുമ്പോൾ ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ മക്കൾക്കൊന്നും അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ അവർക്ക് കഴിക്കാൻ വേണ്ടി വെറൈറ്റി ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തതാണ്. അവർക്കെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മളെന്താ ചെയ്യേണ്ടത്, ഈ മധുരക്കിഴങ്ങ് നല്ലതുപോലെ കഴുകിയെടുക്കുക. 1-2 പ്രാവശ്യം. തൊലിപ്പുറത്തൊക്കെ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നല്ലപോലെ കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നല്ലതുപോലെ പ്രഷർ കുക്ക് ചെയ്തെടുത്തു. 1-2 വിസിലടിച്ചാൽ മതി. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രഷർ കുക്ക് ചെയ്താൽ എനിക്ക് സാധാരണ മരി വേവിച്ചെടുത്താൽ മതി കേട്ടോ, വേഗം വേന്തോളും. അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പ്രഷറൊക്കെ പോയതിന് ശേഷം അത് ഊറ്റിയെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഉടച്ചെടുത്തു കേട്ടോ. ഫോർക്ക് കൊണ്ട് ഉടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെ ഞാൻ കൈ കൊണ്ട് തന്നെ ചൂടുണ്ടെങ്കിൽ നല്ലതുപോലെ ഉടച്ചെടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ്. നമ്മൾ എടുക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്തോണ്ടു. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് സവാള നല്ലതുപോലെ കൊത്തിയരിഞ്ഞിട്ട്, പിന്നെ മല്ലിയില കൊത്തിയരിഞ്ഞത്, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കാഞ്ഞത് ഞങ്ങളുടെ വീട്ടിലെ മുളക് പൊടി നല്ല അത്യാവശ്യം എരിവുള്ളതാണ്. അതുകൊണ്ട് എല്ലാ എരിവും കൂടി ആവണ്ട വെച്ചിട്ട് ഞാൻ പച്ചമുളക് ചേർത്തില്ല, മുളക് പൊടി മാത്രം ചേർത്തു. പിന്നെ നമുക്ക് കുഴയ്ക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. കുറച്ച് നേരം ഒന്ന് കുഴച്ച് ഒരു ഡോ പോലെ ആക്കിയെടുത്തു. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുക, കട്ട്ലറ്റിൻ്റെ ഷേപ്പില്ലേ ആ ഷേപ്പിലേക്ക് പരത്തിയെടുത്തിട്ടോ. അല്ലാതെ പരത്തില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കട്ടറൊക്കെ ഉണ്ടാവില്ല, ഷേപ്പ് കട്ടർ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയച്ചിട്ട് ചെയ്യാം. കിട്ടുകയാണെങ്കിൽ ചെയ്തുകൊണ്ടു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, വളരെ കുറച്ച് മാത്രം എണ്ണ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. കാരണം മധുരക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്തതാണല്ലോ, അപ്പം ഉള്ളു വേവണ വിഷയമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിക്കുക, എന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ 2 ബാച്ചാക്കിയിട്ടാണ് എടുത്തത്. 2 സൈഡ് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്ന ഓയിലും കൂടി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഇന്ന് സോസിൻ്റെ കൂടെയാണ് കൊടുത്തത്. ഒരു ചട്നി ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷേ സമയം ഉണ്ടായില്ല. അതുകൊണ്ട് പ്രാവശ്യം ഞാൻ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കലുണ്ട്. നമ്മൾ ഈ അൽഫാമിൻ്റെ കൂടെ ഒക്കെ കിട്ടില്ലേ, അങ്ങനത്തെ ഒരു ഗ്രീൻ ചട്നി. അതും ഇതിന് നല്ല രസമാണ് കേട്ടോ. കാരണം കുറച്ച് എരിവും ഉള്ളതുകൊണ്ട് കുറച്ച് പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മധുരത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല രസമാണ്. ഫസ്റ്റ് ബാച്ച് ഏകദേശം റെഡി ആയിട്ടോ. ഞാൻ ഈ സെക്കൻഡ് ബാച്ച് ഇടാൻ പോവുകയാണ്. അങ്ങനെ 2 ബാച്ചും റെഡിയായി. എന്നിട്ട് അത് ഞാൻ മക്കൾക്ക് കൊടുക്കട്ടെ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൊണ്ട്. നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. പിന്നെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ, ഡീപ് ഫ്രൈ ഒന്നും അല്ലാത്തതുകൊണ്ട് ഓയിൽ കണ്ടൻറ്റിൻ്റെ വിഷയമില്ല. ബാക്കി എക്സ്ട്രാ വരുന്നത് നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെ എടുത്താലങ്ങ് പോയിക്കോളും. ഏതായാലും നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കാം. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ പാറ്റീസാണ്. എന്തായാലും ചെയ്തു വെക്കാം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സീ യു.